കുറച്ച് വിഷയങ്ങൾ. ഉദാഹരണത്തിനായി 4 സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം ദമയന്തി, നളൻ്റെ പ്രണയിനിയായിരുന്ന പ്രിയ പത്നിയായിരുന്ന ദമയന്തി. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഒരിക്കൽ ചൂതുകളിയിൽ തോറ്റ് കാട്ടിൽ വസിക്കേണ്ടി വന്നിരുന്നു നളനും ദമയന്തിക്കും. രാജ്യം വേണ്ട, എനിക്കെൻ്റെ ഭർത്താവ് മതി, ആ സ്നേഹം മതി എന്ന് പറഞ്ഞ് നളനോടൊപ്പം കൈപിടിച്ച് പുറപ്പെട്ട ദമയന്തിയെ ഒരു രാത്രി കൂരാകൂരിരുട്ടത്ത് സർപ്പങ്ങൾക്കും രാക്ഷസന്മാർക്കും പുലികൾക്കുമൊക്കെ നടുവിൽ ഉപേക്ഷിച്ച് നളൻ പോയി. നളന് നളൻ്റേതായിട്ടുള്ള ഒരു വേർഷനുണ്ട്. തിരിച്ച് എങ്ങനെയെങ്കിലും രാജ്യത്തെത്തിക്കോളും. പക്ഷേ അവിടെ ഉപേക്ഷിച്ച ആ ദമയന്തി ഒരിക്കലെങ്കിലും ആ ദമയന്തിയോട് ചോദിച്ചില്ല നളൻ, ഞാൻ പോയാൽ നീ ഓക്കെ ആയിരിക്കുമോ? ആ വേർഷനാണ് സ്ത്രീകൾ എന്നും നേരിടുന്ന, ഒരു ഭാഷയിൽ പറഞ്ഞാൽ ബിട്രയൽ, അവഗണന. രണ്ടാമത്തെ കഥാപാത്രം നമ്മളുടെ എല്ലാം ദൈവമായി നമ്മളിപ്പോഴും ഞാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഭഗവാൻ മുരുകൻ, സുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ദേവയാനി. വളരെ പ്രണയിച്ചാണ് ദേവയാനിയെ മുരുകൻ വേട്ടത്, പ്രിയ പത്നിയാക്കിയത്. പക്ഷെ ഏതോ ഒരു സിറ്റുവേഷനിൽ കുറത്തിയായ വള്ളിയോട് മുരുകന് പ്രണയം തോന്നി. എപ്പോഴും നമ്മൾ വാഴ്ത്തിപ്പാടുന്ന പ്രണയം, വള്ളി മുരുകൻ പ്രണയം. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ഭാര്യ, ഞങ്ങൾ പഠിച്ചിട്ടുള്ള പദം, എന്നെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള പദം ഖണ്ഡിത നായികയാണ്. എപ്പോഴും പരിഭവിക്കുന്ന ഒരു ഭാര്യ. അതൊരു പരിഭവമല്ലല്ലോ. സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം കാണുമ്പോൾ അത് ചോദിക്കുന്നത് ഒരു തെറ്റാണ്. ദേവയാനിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചിന്തയാണ് രണ്ടാമത്. മൂന്നാമത് നങ്ങേലി. നമുക്ക് വേണം, നമുക്ക് മാറുമറക്കണമെങ്കിൽ, സ്ത്രീകൾക്ക് മാറുമറക്കണമെങ്കിൽ മുലക്കരം കെട്ടണം എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. തമ്പ്രാക്കന്മാർക്ക് മുന്നിൽ ധൈര്യത്തോടെ മുടി മാറുമറച്ച് ജീവിച്ച നങ്ങേലി അവസാനം മുല മുറിച്ച് സ്വയം ജീവൻ വെടിഞ്ഞ് ആത്മഹത്യ ചെയ്തിട്ടാണ് ആ സ്ത്രീ അവർക്ക് വേണ്ടത് നേടിയെടുത്തത്. പക്ഷേ അവർക്കുണ്ടായിരുന്ന കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെട്ടു, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്തെങ്കിലും നേടണമെങ്കിൽ ത്യാഗം ചെയ്യണമോ, ആത്മഹത്യ ചെയ്യണമോ എന്നുള്ള ഒരു ചെറിയ ചിന്ത. നാലാമത്, വർത്തമാനകാലത്തിൽ നമ്മളെല്ലാം പത്രത്തിൽ വായിച്ച അല്ലെങ്കിൽ വായിച്ച് മറന്നുപോയ ഒരു പെൺകുട്ടി. ഒരുപാട് പെൺകുട്ടികളുണ്ട്, അതിലൊരു പെൺകുട്ടി ഉത്ര.